കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോനെ, ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ. അങ്ങേ പോലെ വേറാരുമില്ലായേ, ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരെക്കാളും വിശ്വസ്തനായോ. സുഭാഷിതം. ഒരു ദിവസത്തിൽ നാം എന്തെല്ലാം കാര്യങ്ങൾ കേൾക്കാറുണ്ട്, പ്രയോജനമുള്ളതും ഇല്ലാത്തതും. കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നാം ശ്രദ്ധിക്കാറില്ല, അത് സത്യം തന്നെയാണ്. എന്നാൽ ചില കാര്യങ്ങൾ നാം കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും, കാരണം അതുമായി നമുക്ക് ബന്ധമുണ്ടെന്നർത്ഥം. ചിലത് കേട്ടാലും കേട്ടില്ല എന്ന് നടിക്കും. കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാതെയും ശ്രദ്ധിക്കാതെയും കരുതാതെയും ഇരുന്നാൽ അതിന്റെ ഭവിഷ്യത്തുകളും അനുഭവിക്കേണ്ടി വരും. നമുക്കൊരു മുന്നറിയിപ്പ് എന്നവണ്ണം എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, Therefore we must give the more earnest heed to the things we have heard, lest we drift away. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. എന്താണ് കേട്ടത്? യേശുക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. യേശുവിനെ അനുഗമിച്ചതിന് അവർ പീഡനങ്ങൾ നേരിടുകയായിരുന്നു. യഹൂദ മതാചാരങ്ങളിലേക്ക് തിരിച്ചു പോകുവാൻ അവർക്ക് പ്രലോഭനങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്നു. എബ്രായർ 1-ാം അധ്യായത്തിൽ ദൈവപുത്രൻ ആരാണെന്ന് വെളിപ്പെടുത്തിയതിന് ശേഷമാണ് അതുകൊണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ച് 2-ാം അധ്യായം ആരംഭിച്ചിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ദൈവപുത്രൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അവിടുന്ന് സകലത്തിന്റെയും സ്രഷ്ടാവ്, എല്ലാത്തിന്റെയും അവകാശി, ദൂതന്മാരെക്കാളും പ്രവാചകന്മാരെക്കാളും ഉന്നതൻ, മനുഷ്യകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തിയതിനു ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവൻ. നാം വായിച്ച വാക്യത്തിന്റെ ഒരു വിശദീകരണം എന്നവണ്ണം 2-3-4 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഈ സുവിശേഷം അവർ കേട്ടു, നാമും കേട്ടു. കേട്ട സുവിശേഷം അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ക്രിസ്തീയ ജീവിതത്തിൽ നാം യേശുവിലൂടെയുള്ള ദൈവവചനം ശ്രദ്ധയോടെ കേട്ട് കരുതിക്കൊള്ളണം. അല്ലാഞ്ഞാൽ ഈ മഹത്തായ രക്ഷയെ നാം അവഗണിക്കുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടതാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിനോടൊപ്പം ജീവിക്കുവാൻ അവിടുന്ന് നമുക്ക് വചനം നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുകയും കരുതുകയും വേണം. അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ വാക്യത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു. നാം ഒഴുകിപ്പോകും. അതൊരു മുന്നറിയിപ്പാണ്. വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന വസ്തുക്കളെ നാം കണ്ടിട്ടുണ്ട്. ആ വെള്ളത്തിന്റെ ഒഴുക്കിനെതിരെ ആ വസ്തുവിനെ ഉറപ്പിച്ചു നിർത്തുവാൻ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് അത് ഒഴുകുന്നത്. ഇത് നാം ആത്മീയമായി ചിന്തിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും ഉറപ്പും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നാം നങ്കൂരം അഴിച്ചുവിട്ട കപ്പലിനെ പോലെ ആയിത്തീരും. കപ്പിത്താന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് കപ്പൽ തുറമുഖം വിട്ട് ഒഴുക്കിൽ പെടുവാനും തകർന്നു പോകുവാനും ഇടയായി തീരും. യേശുക്രിസ്തുവിൽ വിശ്വാസവും ഉറപ്പുമില്ലാത്ത ഒരു വ്യക്തിയുടെ അവസ്ഥയും ഇതുപോലെയാകുന്നു. ലോകത്തിന്റെയും ജഡത്തിന്റെയും പിശാചിന്റെയും പ്രവാഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ച് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. യേശുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷ ഗണ്യമാക്കി ദൈവവചന ധ്യാനത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും യേശുക്രിസ്തുവിൽ നങ്കൂരമടിച്ച് നമ്മെ ഒഴുക്കിക്കളയാൻ ശ്രമിക്കുന്ന ലോകം, ജഡം, പിശാച് എന്നിവയ്ക്ക് എതിരെ ഉറപ്പോടെ നിൽക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. രക്ഷ ദൈവം നമുക്ക് സൗജന്യമായി നൽകിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ രക്ഷയുടെ സുവിശേഷം എത്ര പ്രാവശ്യം നാം കേട്ടു?
എന്നിട്ടും അത് ഗണ്യമാക്കാതെ ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിൽ വിശ്വസിക്കുവാനും വചനമനുസരിച്ച് ജീവിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു. God bless you all with these words.